ബാംഗ്ലൂരിൽ നിന്ന് കൊട്ടക്കലിലേക്ക് ചോളവുമായി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ആദ്യം സ്കൂട്ടർ യാത്രക്കാരെയും പിന്നീട് KSRTC ബസിൻ്റെ പുറകിലും ഇടിച്ച് അപകടം സംഭവിച്ചു. വഴിക്കടവിൽ നിയന്ത്രണം വിട്ട് വന്ന പിക്കപ്പ് വാൻ സ്കൂട്ടറിലും KSRTC ബസ്സിലും ഇടിച്ചുണ്ടായ അപകടത്തിലാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥി മരിച്ചത്. സംഭവത്തിൽ 2 പേർ പരിക്കേറ്റിട്ടുണ്ട്. വഴിക്കടവ് പുളിക്കലങ്ങാടി വെങ്ങാമൂട്ടിൽ യൂസുഫിൻ്റെ മകൻ മുഹമ്മദ് സജാസാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന സജാസിൻ്റെ ബന്ധു കവളപ്പൊയ്ക എരഞ്ഞിക്കൽ അബ്ദുൽ അസീസ്, പിക്കപ്പ് ഡ്രൈവർ കോട്ടക്കൽ വില്ലൂർ ഉള്ളാടശ്ശേരി ഹംസ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ മലപ്പുറം, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഞായറാഴ്ച രാവിലെ 10 വഴിക്കടവ് പഞ്ചായത്ത് അങ്ങാടിയിലാണ് അപകടം നടന്നത്. വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന KSRTC ബസ് പഞ്ചായത്ത് അങ്ങാടിയിൽ നിന്ന് യാത്രക്കാരെ കയറ്റുകയായിരുന്നു. സജാസും ബന്ധുവും സഞ്ചരിച്ച സ്കൂട്ടർ വാഹനത്തിരക്കിനെ തുടർന്ന് ബസിൻ്റെ പുറകിൽ നിർത്തിയിട്ടിരുന്നു. ഇതിനിടയിലാണ് ബാംഗ്ലൂരുവിൽ നിന്നും കോട്ടക്കലിലേക്ക് ചോളവുമായി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ആദ്യം സ്കൂട്ടർ യാത്രക്കാരെയും പിന്നീട് KSRTC ബസിൻ്റെ പുറകിലും ഇടിച്ചത്. ബസ്സിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. സജാസ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിൽ നിർത്തിയിട്ട ഒരു കാറിലും പിക്കപ്പ് വാൻ ഇടിച്ചു. വാനിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ പാടുപെട്ടാണ് നാട്ടുകാർ പുറത്തെടുത്തത്. മരിച്ച സജാസ് വണ്ടൂർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.